Hi, welcome back to Text Tutor. Today we are going to see the portion Transporting Plants. Plants in the life process ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. So we are going to see Transporting Plants. Plantsൽ എങ്ങനെയാണ് ഫുഡൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, ഫുഡും വാട്ടറും മിനറൽസും ഒക്കെ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് we are going to see. Transport of water and minerals. We know that all living beings need water to grow. Grow ചെയ്യാൻ എല്ലാ living beings-നും water is essential എന്നുള്ളത് നമുക്കറിയാം. Plants use water in the process of photosynthesis. Photosynthesis process-ൽ water is essential എന്നുള്ളത് നമുക്കറിയാം. Water along with minerals present in the soil is taken up by the roots of the plants. ആരാണ് water transport ഇതിലൂടെ ആയിരിക്കും നമുക്കറിയാം, റൂട്ട്സിലൂടെ ആയിരിക്കും. മിനറൽസ് ആർ ഇമ്പോർട്ടന്റ് ന്യൂട്രിയൻസ് ഫോർ ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. അപ്പം പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിൽ വാട്ടറും മിനറൽസും വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിന്റെ പ്ലാന്റ്സിൽ അവിടേക്ക് ഇങ്ങനെ എല്ലാ ഭാഗങ്ങളിലേക്കും ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളതും എസെൻഷ്യൽ ആണ്. സോ വി ആർ ഗോയിങ് ടു സീ ഹൗ ദിസ് ട്രാൻസ്പോർട്ട് occurs. How do water and minerals taken up by the roots move to all part of the plant? നമുക്ക് മനസ്സിലായി റൂട്ട്സ് ആണ് ഇനീഷ്യലി ഇത് എടുക്കുന്നത്, പക്ഷെ എല്ലാ പാർട്സിലേക്കും എങ്ങനെയാണ് എത്തുന്നത് എന്നുള്ളത് we can see this by carrying out an experiment. We can study water transport in plants by carrying out an activity. For this activity എന്തൊക്കെ ആവശ്യമുണ്ട്? We require 2 glass tumblers, some water. എന്തൊക്കെയാണ് വേണ്ടത്? We need 2 glass tumblers, some water, red ink and twigs of 2 similar tender plants. Similar ആയിട്ടുള്ള tender plants ന്റെ ട്വിഗ്സ് വേണം, റെഡ് ഇങ്ക് വേണം, വാട്ടർ വേണം, പിന്നെ നമുക്ക് ഗ്ലാസ് ടംബ്ലർ വേണം ഈ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ആക്ടിവിറ്റി പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രിഫറബിളി എങ്ങനെയുള്ള ടെൻഡർ പ്ലാന്റ്സ് ആണ് നമ്മൾ എടുക്കുന്നത്? പ്രിഫറബിളി വിത്ത് വൈറ്റ് കളേർഡ് ഫ്ലവേഴ്സ്, വൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ് ആണ് എടുക്കുന്നത് നല്ലത് ഫോർ ഈസിലി ക്യാരിങ് ഔട്ട് ദിസ് ആക്ടിവിറ്റി. ഫോർ എക്സാമ്പിൾ വൈറ്റ് സദബഹാർ, ബൽസം എക്സെട്ര. അപ്പം നമ്മുടെ ഫിഗറിൽ കാണിച്ചതുപോലെ അങ്ങനെയുള്ള പ്ലാന്റ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസിലി ആയിട്ട് റിസൾട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് പറഞ്ഞത്, ഗ്ലാസ് ടംബ്ലേഴ്സ് എടുക്കാൻ പറഞ്ഞു വിത്ത് വാട്ടർ. വൺ ഇസ് വിത്ത് വാട്ടർ ആൻഡ് അതർ വൺ ഇസ് ഇങ്ക് ഒഴിച്ചത് കൊണ്ട് തന്നെ ഇറ്റ് ഈസ് വിത്ത് കളേർഡ് വാട്ടർ. Plant twigs placed in water with different treatments. അതായത് one is in plain water and the other one is added with red ink. So this is the setup of the experiment. So this is after 1 day. Plant twigs after 1 day എങ്ങനെ ടേൺ ഔട്ട് ആയിട്ടുണ്ടാവും എന്ന് കാണിക്കുന്നതാണ് ഈ ഇമേജ്. And the one with water it stays as such and the other one with colored water എന്ത് മനസ്സിലായി? The flowers എന്തായിട്ട് മാറി? റെഡ് കളർ ആയിട്ട് മാറി, റെഡ് കളേർഡ് ഫ്ലവേഴ്സ് ആയിട്ട് മാറി. whereas the initial stageൽ വൈറ്റ് ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ് റെഡ് കളർ ആയിട്ട് മാറിയതായിട്ട് നമുക്ക് മനസ്സിലായി. So enlarged view of cut end of the twig. ഇതാണ് enlarged ആയിട്ടുള്ള വ്യൂ. It is an experiment to check for water transportation in plants. നമ്മൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ വായിച്ചു കഴിഞ്ഞാൽ it will be more clear for you. Okay. So the experiment is described here. Take 2 tumblers and label them A and B. നമ്മൾ 2 ഗ്ലാസ് tumblers ആണ് എടുത്തത്. The first one is A and the other one is B. Fill 1/3 of each tumbler with water. 1/3 വെള്ളമായിട്ട് നിറക്കണം. Add a few drops of red ink to tumbler B. Tumbler B യിൽ a few drops of red ink add ചെയ്യാം. Then obliquely cut the stems of both plants at their base while keeping them inside the water and immediately place one plant in each tumbler as shown in the figure 10.1. ഫിഗറിൽ കാണിച്ചതുപോലെ എങ്ങനെയാണ് ചെയ്യേണ്ടത്? സ്റ്റെംസിനെ ഒബ്ലിക്ലി കട്ട് ചെയ്തിട്ട് അതിന്റെ ബേസ് ഒബ്ലിക്ലി കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ വെച്ചുകൊണ്ട് തന്നെയാണ് കട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് പെട്ടെന്ന് ടംബ്ലറിലേക്ക് വെക്കുക. ഓക്കെ, ഒബ്സർവ് ദീസ് പ്ലാന്റ്സ് ദ നെക്സ്റ്റ് ഡേ. അപ്പൊ ആദ്യം എന്ത് ചെയ്തു? നമ്മൾ ഒബ്ലിക്ലി അതിന്റെ സ്റ്റെമ്മിനെ കട്ട് ചെയ്തു വെള്ളത്തിൽ വെച്ചുകൊണ്ട് തന്നെ, എന്നിട്ട് അതിനെ ഇമ്മീഡിയറ്റ്ലി ടംബ്ലറിലേക്ക് മാറ്റാണ് ചെയ്യേണ്ടത്. വാട്ട് ഡു യു നോട്ടീസ്? അങ്ങനെ ചെയ്തപ്പോൾ നമ്മൾ ഇമേജിൽ തന്നെ കണ്ടു. എന്താണ് നോട്ടീസ് ചെയ്യുന്നത്?
നമുക്ക് നോക്കാം. Compare the plant stems placed in the tumblers. tumblers plant stems നമുക്ക് ഒബ്സർവ് ചെയ്താൽ എന്ത് കാണാൻ പറ്റും? Do you observe red color in the stem, leaves and flowers of the plant from tumbler B? tumbler B ന്റെ കേസിൽ നമുക്ക് റെഡ് കളർ ഒബ്സർവ് ചെയ്യാൻ പറ്റും. So we have seen the plants after one day. After one day എങ്ങനെയാണ് plants എന്നുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്തു ഓൾറെഡി. Compare the plant in figure 10.c with the figure in the 10.d. അപ്പൊ അതിൽ നമ്മൾ കണ്ടു റെഡ് ആയിട്ടുണ്ട്, റെഡ് കളർ ഫ്ലവേഴ്സ് ഫോം ചെയ്തിട്ടുണ്ട്. A red color is visible in the stem, leaves and flowers of the plant in figure 10.7d. Have a look at this. ഇതിൽ കണ്ടോ സ്റ്റെമ്മിലും ഇതിലൊക്കെ നമ്മൾ ആ എക്സ്പെരിമെന്റ് പെർഫോം ചെയ്യുമ്പോൾ റെഡിഷ് കളർ വന്നിട്ടുണ്ടാവും. That is being said here. And observe these plants. How did different parts of the plant occur this red color? എങ്ങനെയായിരിക്കും റെഡ് കളർ വന്നിട്ടുണ്ടാവുക? ഇങ്ങനെയായിരിക്കും കാരണം അടിയിൽ ടംബ്ലറിലെടുത്ത വെള്ളം എങ്ങനെയോ മേലെ എത്തിയത് കൊണ്ടായിരിക്കും ആ ഒരു ഫ്ലവേഴ്സിലൊക്കെ റെഡ് കളർ വന്നിട്ടുണ്ടാവുക. So what is xylem? Have you heard of the xylem? So xylem എന്താണ് എന്നുള്ളത് I'm going to tell you. So cut the stem from the upper part of the plant that is not immersed in the red colored water. Red colored immerse ചെയ്യാത്ത ഒരു പാർട്ടിന് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. Observe the cut stem using a magnifying glass. Do you spot the red color in the stem? അപ്പം ആ പാർട്ട് ഡയറക്ട്ലി റെഡ് കളറിലേക്ക് ഇമ്മേഴ്സ്ഡ് അല്ല. Even then if you cut, we'll observe red color in the stem. red color ഒബ്സർവ് ചെയ്യാൻ പറ്റും. How does the red color move upwards? എങ്ങനെയായിരിക്കും ആ റെഡ് കളർ അപ്വേർഡ്സിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാവുക? ആ ഒരു മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് xylem. What is that? Xylem is the structure which helps in the transport of water. വാട്ടറിന് ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുന്ന പ്ലാന്റിലെ സ്ട്രക്ചർ ആണ് xylem. അത് മറക്കരുത്. Xylem is the structure which helps in the transport of water across the plant. Okay. This is due to a thin tube-like structure called the xylem present in the stem. സ്റ്റെമ്മിലുള്ള സ്റ്റെമ്മിലെ ബ്രാഞ്ചസ് ലീവ്സിലൊക്കെയുള്ള xylem കാരണമാണ് ആ ട്രാൻസ്പോർട്ട് പോസിബിൾ ആയിട്ടുള്ളത്. Just like red ink, minerals dissolved in water also move up the stem through the xylem. അപ്പം water and mineralsന്റെ ട്രാൻസ്പോർട്ടേഷൻ ഹെൽപ്പ് ചെയ്യുന്ന തിന്നായിട്ടുള്ള ട്യൂബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് xylems. So what are xylems and xylem എന്താണ്? Xylem is the thin tube like structure which helps in the transport of water and minerals. Xylem is the thin tube like structure which helps in the transport of water and minerals. And the xylems are present in the stem, branches and leaves of the plants. Plant എവിടെയൊക്കെ നമുക്ക് xylem കാണാൻ പറ്റും? സ്റ്റെമ്മില്, ബ്രാഞ്ചസില്, ലീവ്സിലൊക്കെ. സോ xylem എന്താണെന്ന് ക്ലിയർ ആയില്ലേ? xylem ആണ് പ്ലാന്റില് മിനറൽസിനെയും വാട്ടറിനെയും ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഡൗട്ട് ഉണ്ടാവും. അപ്പൊ ഫുഡ് പാർട്ടിക്കിൾസ്, അതായത് പ്രിപ്പയർഡ് ഫുഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഏത് സ്ട്രക്ചർ ആയിരിക്കും ഹെൽപ്പ് ചെയ്യുക? അത് xylem തന്നെ ആയിരിക്കും എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ലേറ്റർ ഓൺ ഈ ചാപ്റ്ററിൽ നോക്കും ഏത് സ്ട്രക്ചറാണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതും നമ്മൾ കാണാൻ പോകുന്നുണ്ട്. Now we know that water and minerals are transported to the leaves and other parts of the plant through the xylem. നമുക്ക് മനസ്സിലായി xyletiലൂടെയാണ് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് എന്നുള്ളത്. The water transported through the xylem is used to perform various functions. xyletiലൂടെ ട്രാൻസ്പോർട്ട് ചെയ്ത വാട്ടർ യൂസ് ചെയ്തിട്ട് ഒരുപാട് ഫങ്ഷൻസും ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ട്. So have a look at this. Transport of water and minerals in a plant. Water transport through xylem. Food transport through phloem. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും എങ്ങനെ ആയിരിക്കും ഫുഡ് ട്രാൻസ്പോർട്ട് നടക്കുന്നത്. xylem വാട്ടർ ആൻഡ് മിനറൽസ് ആണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഫുഡ് ട്രാൻസ്പോർട്ട് എന്തിലൂടെയാണ് ഒക്കർ ചെയ്യുന്നത് എന്ന് മനസ്സിലായി. ഫ്ലോയം എന്നുള്ള സ്ട്രക്ചറിലൂടെയാണ് എന്നുള്ളത് മനസ്സിലായി. സോ xylem ഫ്ലോയം ഉണ്ട് എന്നുള്ളത് മനസ്സിലായില്ലേ? ട്വിക്കില് ഒരു ട്വിക്ക് എടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാല് അതിൽ ഫ്ലോയം ഉണ്ടാവും, xylem ഉണ്ടാവും. മറക്കാൻ പാടില്ല, ഫ്ലോയം, xylem. ഓക്കെ.
So we have discussed what is xylem, and now we are going to see how does food get transported to other plants or other parts of the plant. Food എങ്ങനെയാണ് transport ചെയ്യുന്നത് എന്നത് നമുക്ക് നോക്കാം. So transport of food, we know that leaves are the primary site of photosynthesis. Photosynthesis എവിടെയാണ് നടക്കുന്നത്? That is, food production is taking place എവിടെയാണ്? On the leavesലാണ്, അല്ലെങ്കിൽ in the leavesലാണ് transport of photosynthesis, that is food production, take place ചെയ്യുന്നത്. The food prepared by the plants in the leaves is transported to all parts of the plant. Food prepared by plants in the leaves എല്ലായിടത്തേക്കും ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്, അല്ലാതെ അവിടെ മാത്രം ലൊക്കേറ്റ് ചെയ്താൽ പോരാ. This food is transported through another set of thin tube-like structures called ഫ്ലോയമിലൂടെയാണ് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. And we have seen the diagram of phloem tube. And the transported food may also be stored in some other parts of the plant, such as seedsiലും rootsലും ഒക്കെ അതേപോലെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. Do plants respire? We know that we do respire. നമ്മുടെ humans respire ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. And we have already discussed it in the previous chapter. അതേപോലെ പ്ലാന്റ്സും പ്ലാന്റ്സും റെസ്പയർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. In the grade 6 science textbook Curiosity, chapter Living Creatures, exploring their characteristics, you learn that all living beings respire. എല്ലാ living beingsും റെസ്പയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് we have already studied. Do plants also respire like we do? അതേപോലെ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ പ്ലാന്റ്സും റെസ്പയർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. Let's find out it through a demonstration activity. Soak some mung bean seeds in water overnight. Mung bean seeds soak ചെയ്ത് വെക്കുക. Put a layer of cotton in a conical flask and moisten the cotton with water to keep it wet. Place the soaked seeds over the wet cotton in the conical flask and cover the mouth. In the diagram cover the mouth of the conical flask with the cork having 2 holes. Fit 2 tubes A and B through the 2 holes on the cork as shown in the figure 10.9. Okay. ഇങ്ങനെ ഈ ഒരു സെറ്റപ്പാണ് നമ്മൾ റെസ്പിറേഷൻ നടക്കുന്നുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണിത്. ജെർമിനേറ്റിംഗ് സീഡ്സിനെ വെച്ചു ടെസ്റ്റ് ട്യൂബ് ഉണ്ട്. ഇവിടെ 2 ടെസ്റ്റ് ട്യൂബ്സ് ഉണ്ട്. ദെൻ ഈ കോണിക്കൽ ഫ്ലാസ്കില് ഇവിടെ ഫോർക്ക് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ദെൻ ഒരു ട്യൂബ് ഇറക്കിയിട്ടുണ്ട്. ഇവിടെയും ട്യൂബ് ബി ഉണ്ട്. അതിനൊരു റബ്ബർ ഇത് വെച്ചിട്ട് ഈ ടെസ്റ്റ് ട്യൂബ്സ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ 2 ടെസ്റ്റ് ട്യൂബ്സിൽ ലൈം വാട്ടറും ഫിൽ ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഇസ് ദ സെറ്റപ്പ്. ദെൻ soak some more bean seeds in the water overnight. Put a layer of cotton in a conical flask and moisten the cotton with water to keep it wet. Place the salt seeds over the wet cotton in the conical flask. Cover the mouth of the conical flask with the cork having 2 holes. Fit 2 tubes A and B through the 2 holes on the cork. നമ്മൾ കണ്ടുപോലെ കോർക്കിലേക്ക് 2 ട്യൂബ്സും ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. Leave it undisturbed for 24 hours in the dark. അപ്പൊ 24 ഹവേഴ്സിനേക്ക് ലീവ് ചെയ്യാം. Take 2 test tubes and fill them with lime water. 2 test tube എടുത്തിട്ട് അതിനെ lime water fill ചെയ്യുക. Cover the mouth of 1 test tube with a cork having 1 hole in it. എന്നിട്ട് എന്ത് ചെയ്യണം? Cover the mouth of 1 test tube with a cork having 1 hole in it and dip 1 glass tube in the test tube through a hole in the cork and connect the flask and test tube with a rubber pipe. നേരത്തെ കാണിച്ചതുപോലെ റബ്ബർ പൈപ്പ് വെച്ചിട്ട് അവിടെ മറ്റേ ടെസ്റ്റ് ട്യൂബ് ആയിട്ട് കണക്ട് ചെയ്യാം. സോ ലൈക്ക് ദിസ്, ഇങ്ങനെ റബ്ബർ ട്യൂബ് വെച്ചിട്ട് കണക്ട് ചെയ്യാം. കമ്പയർ ബോത്ത് ടെസ്റ്റ് ട്യൂബ്സ് ഫോർ എനി ചേഞ്ച്. നമ്മൾ ഇനി കമ്പയർ ചെയ്യുമ്പം see, does the lime water turn milky in both test tubes? 2 test tubesiലും lime water milky ആയിട്ട് മാറും. Why does the lime water turn milky in the test tube connected to the flask? നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ആക്ടിവിറ്റി പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ലൈം വാട്ടർ ഉള്ള 2 ടെസ്റ്റ് ട്യൂബും മിൽക്കി ആവുന്നില്ല. പക്ഷേ ഫ്ലാസ്കിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ലൈം വാട്ടർ മാത്രമേ മിൽക്കി ആവൂ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടായിരിക്കും അത്? ലൈം വാട്ടർ turns milky due to the presence of more carbon dioxide in the flask. More carbon dioxide ഫ്ലാസ്കിൽ ഉള്ളത് കൊണ്ടാണ് അത് ലൈം വാട്ടർ മിൽക്കി ആയിട്ട് ടേൺ ചെയ്യുന്നത്. അപ്പം കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് ലൈം വാട്ടർ റിയാക്ട് ചെയ്യുമ്പം
lime water turns milky എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. The word equation for the process of respiration is as follows. The respiration word equation ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. When glucose combines with oxygen, carbon dioxide plus water plus energy will be formed. Water plus energy will be formed. Respiration in plants. Where does this carbon dioxide come from? Carbon dioxide വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പക്ഷെ എങ്ങനെയായിരിക്കും carbon dioxide വരുന്നത്? As you know, carbon dioxide is naturally present in very small quantities in the air. Carbon dioxide airൽ തന്നെ present ആണ്. In the flask, additional carbon dioxide is produced by the seeds as they respire. Seeds respire ചെയ്യുമ്പം it is giving out carbon dioxide. അപ്പം additional carbon dioxide ആരാണ്? Seeds produce ചെയ്യുന്നുണ്ട്. During respiration, glucose is broken down in the presence of oxygen. During respiration, glucose is broken down in the presence of oxygen, releasing carbon dioxide, water and energy. അങ്ങനെയാണ് energy produce ചെയ്യുന്നത്. The energy produced during respiration is used by plants for their growth and development. Energy produced during respiration is used by plants. അങ്ങനെ produce ചെയ്ത എനർജി ആണ്, respiration produce ചെയ്ത എനർജി ആണ് പ്ലാന്റ്സ് അതിന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. All parts of a plant, green or non-green, carry out respiration. എല്ലാ പാർട്ടും പ്ലാന്റിന് എല്ലാ പാർട്ടും respiration carry out ചെയ്യുന്നുണ്ട്. Thus, plants have different mechanisms for synthesizing, transporting and utilizing food to get energy. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? പ്ലാന്റ്സിന് ഡിഫറെന്റ് മെക്കാനിസംസ് ഉണ്ട് സിന്തസൈസ് ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും യൂട്ടിലൈസിങ് ഫുഡ് ടു ഗെറ്റ് എനർജി. അപ്പം പ്ലാന്റ്സിനും ഈ എല്ലാ മെക്കാനിസംസും നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയി. സോ വാട്ട് വി വർ ഡിസ്കസിങ് ഇൻ ടുഡേസ് ക്ലാസ്, നമ്മുടെ ഈ ഒരു പോർഷനോട് കൂടി ദിസ് ചാപ്റ്റർ ഈസ് ഓവർ. സോ വാട്ട് വി വർ ഡിസ്കസിങ്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സ്റ്റൊമാറ്റോനെ പറ്റി പറഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹൗ ട്രാൻസ്പോർട്ടേഷൻ ഒക്കേഴ്സ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തത്. ഹൗ വാട്ടർ ആൻഡ് മിനറൽസ് ആർ ഗെറ്റിംഗ് ട്രാൻസ്പോർട്ടഡ് ഇൻ ദ പ്ലാന്റ്സ് ആൻഡ് ഫുഡ് എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഒരു എക്സ്പെരിമെന്റ്, ഒരു ആക്ടിവിറ്റി വെച്ചിട്ട് നമ്മൾ ഇതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. 2 white twigs, ടെൻഡർ പ്ലാന്റ്സിന്റെ ട്വിഗ്സ് എടുത്തിട്ട് നമ്മൾ ഗ്ലാസ് ടംബ്ലറിൽ ഇട്ടിട്ട് ഒന്നിലേക്ക് പ്ലെയിൻ വാട്ടറും ഒന്നിലേക്ക് റെഡ് ഇങ്കും ഡ്രോപ്പ് ചെയ്ത് വെക്കുമ്പം ആ വൈറ്റ് ഫ്ലവർ സ്റ്റെമ്മിലേക്കൊക്കെ റെഡ് ഇങ്ക് സ്പ്രെഡ് ആവും എന്നുള്ളതും, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ട്രാൻസ്പോർട്ടഡ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. A thin tube-like structure, xylem and phloem, is helping the transport of water and minerals and food materials across the plant എന്നുള്ളത് നമുക്ക് മനസ്സിലായി. And respiration is taking place in the plants എന്നുള്ളതും ക്ലിയർ ആയി. So that's all about this chapter. I hope this chapter is very clear for you, and see you with the next chapter. Till then, see you. Bye.